വി.എസ്. അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനമായി ഇന്ന് പുന്നപ്ര വലിയ ചുടുകാട്ടിൽ വി.എസിന്റെ സ്മൃതി മണ്ഡപം CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അനാച്ഛാദനം ചെയ്തു. പാർട്ടിയുടെ ആശയ അടിത്തറ കാത്തു സൂക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച നേതാവാണ് വി.എസ്. അച്യുതാനന്ദനെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുസ്മരിച്ചു. വൈകിട്ട് ഏരിയ കേന്ദ്രങ്ങളിൽ അനുസ്മരണവും വലിയ ചുടുകാട്ടിൽ പൊതുസമ്മേളനവും ചേരും. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ വി.എസിനെ അനുസ്മരിച്ച നാട്. വ്യക്തികൾക്ക് സ്മൃതി കുടീരം പണിയാത്ത വലിയ ചുടുകാട്ടിൽ ആദ്യമായി സ്മൃതി മണ്ഡപം ഒരുങ്ങി. പതാക ഉയർത്തലിലും അനുസ്മരണ യോഗത്തിലും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കാളിയായി. വി.എസിന്റെ കുടുംബാംഗങ്ങളും വലിയ ചുടുകാട്ടിലെത്തിയിരുന്നു. കേരളത്തിന്റെ പൊതുസമ്പത്തും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ വി.എസ്. നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ അനുസ്മരിച്ചു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും ഉറപ്പുവരുത്തുന്നതായിരുന്നു വി.എസിന്റെ പ്രവർത്തനമെന്നും പിണറായി ഓർത്തെടുത്തു. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും നേതാക്കളും വി.എസിന്റെ വേലിക്കകത്തെ വീട് സന്ദർശിച്ചു. ഇന്ത്യയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യത്തെ നല്ലതുപോലെ മനസ്സിലാക്കി ജനതയ്ക്കെതിരായിട്ട് വരുന്ന എല്ലാ കടന്നാക്രമങ്ങളെയും പ്രതിരോധിക്കാൻ യുവധീരന്മാരെ സൃഷ്ടിക്കുന്ന ആ പോരാട്ട നേതൃത്വമായി പ്രവർത്തിച്ച സഖാവ് വി.എസിനെ ഞങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. വി.എസിന്റെ വീട്ടിൽ ശില്പി കാനായി ഉണ്ണി നിർമ്മിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും കുടുംബാംഗങ്ങളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. അദ്ദേഹം ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അതെല്ലാം അതിൻ്റെ ഒരു ട്രൂ സ്പിരിറ്റിൽ നമ്മൾക്ക് ഷോക്കേസ് ചെയ്യണമെങ്കിൽ ഒരു സ്മാരകം, യഥാർത്ഥ സ്മാരകം ഉണ്ടാകണം. വി.എസിന്റെ ഓർമ്മദിനത്തിൽ AKG സെന്ററിലും അനുസ്മരണ യോഗം ചേർന്നു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പതാക ഉയർത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ അടക്കമുള്ളവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ആലപ്പുഴ.